ഞങ്ങളിപ്പോൾ കോഴിക്കോട് കോടഞ്ചേരിയിൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ്. പടത്തിൻ്റെ പേര് പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്നാണ് പടത്തിൻ്റെ പേര്. പ്രദീപനായിട്ട് നിർമ്മൽ പാലാഴി, ഭരതനായിട്ട് ഞാനും അഭിനയിക്കുന്നു. അങ്ങനെയാണ് പ്രതിഭ ട്യൂട്ടോറിയൽസിന് പേരുണ്ടായത്. പിന്നെ കൂടാതെ ജോണി ആൻ്റണി ചേട്ടൻ, സാജു നവോദയ, ജാഫർ ഇടുക്കി, പിന്നെ ഒരുപാട് താരങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അഞ്ജന അപ്പക്കുട്ടൻ, അങ്ങനെ ഒരുപാട് താരങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പിന്നെ കുറേ പുതുമുഖ താരങ്ങളുമുണ്ട്, ടീനേജ് ആയിട്ടുള്ള. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇങ്ങനൊരു സിനിമ നമ്മൾ കുറച്ച് മുമ്പ് ഒരു നാട്ടും പുറത്ത് സംഭവിക്കുന്ന കഥയാണ്. അവിടെയുള്ള രണ്ട് മാഷന്മാർ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു പരിപാടിയൊക്കെ തുടങ്ങിയതാണ്. എൻട്രൻസ് കോച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനം. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്റ്റലിലുള്ള കോമഡി സീനുകൾ, അങ്ങനെ മൊത്തത്തിൽ ടോട്ടലി ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിൽ കാണാവുന്ന ഒരു സിനിമയാണിത്. സുധീഷേട്ടൻ്റെ കുറേ കാലത്തിന് ശേഷം ഉള്ള ഒരു പടമായിരിക്കും. അതെ, കോമഡി വെച്ചാൽ നമ്മൾ ഈ സിറ്റുവേഷൻ കോമഡിയാണ്. നമ്മളതിന് മനഃപൂർവ്വം കോമഡിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. സിറ്റുവേഷൻ കോമഡി ഒരുപാടുള്ളൊരു സിനിമയാണ്. കുറച്ച് കാലത്തിന് ശേഷം ഇപ്പോൾ ഈയിടെയായിട്ട് കിട്ടുന്നതൊക്കെ കുറച്ച് ഡിഫറെൻറ്റ് ക്യാരക്ടർ റോൾസാണ്. അപ്പോൾ അതൊന്ന് മാറിയിട്ട് കുറച്ച് ഫ്ലെക്സിബിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ്. കോഴിക്കോട് ലൊക്കേഷനായപ്പോൾ സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും ലൊക്കേഷൻ കോഴിക്കോടായത് വളരെ സന്തോഷമുണ്ട്. കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞ് ഉടനെ വീട്ടിൽ പോകാമല്ലോ. പക്ഷേ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടഞ്ചേരി പിന്നെ വീട്ടിലേക്ക് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഡെയിലി പോയിട്ട് വരാൻ, കാരണം രാവിലെ ഏർലി മോർണിംഗ് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്, രാത്രി വരെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്രതീക്ഷയിലേക്കായിരുന്നു ഡേറ്റ് ആദ്യം സന്തോഷത്തോടെ കൊടുത്തിരുന്നത്, കോഴിക്കോട് വീട്ടിൽ പോയിട്ട് വരാമെന്നുള്ളത്. പക്ഷേ പറഞ്ഞ പോലെ പിന്നെ ഷൂട്ടിംഗ് നല്ല വർക്കായതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടാണ്. പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയാൽ പോകാം വീട്ടിൽ, സന്തോഷം. തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ വീട്ടുകാരൊക്കെ. കറക്റ്റ് എണ്ണി നോക്കിയിട്ടില്ല, എന്തായാലും ഒരു 200-ൽ പരം ചിത്രങ്ങൾ ആയി കാണും. 1987 എൻ്റെ ആദ്യത്തെ സിനിമ. അനന്തരം അതിനുശേഷം ഏകദേശം 35 വർഷമായി. വളരെ സന്തോഷം. കാരണം ഈ 35 വർഷവും ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിലും സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നിലനിന്ന് പോകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇത് നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് തന്നെയാണ്, അതൊരിക്കലും മറക്കില്ല. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇതൊരു കൊച്ചു പടമാണ്. കാരണം പിന്നെ കുറേ പുതിയ ആളുകൾ, താരതമ്യേന പുതിയ പ്രൊഡ്യൂസർ, പുതിയ ഡയറക്ടർ, കുറേ നിങ്ങൾക്കറിയാലോ, പുതിയ ആളുകളുടെ കയ്യിൽ നമുക്ക് ഒരുപാട് പുതിയ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു വ്യത്യസ്ത അനുഭവങ്ങൾ കോർത്തിണക്കിയ ഒരു സിനിമ തന്നെയാണത്. അപ്പോൾ ഈ കൊച്ചു സിനിമയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്.